ലഹരി കേസുകൾ പെരുപ്പിച്ച് കാണിച്ച സംഭവത്തിൽ തൃശൂർ ആളൂർ SHOയ്ക്ക് സസ്പെൻഷൻ. KM ബിനീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. 3 പ്രതികൾ ഉണ്ടായിരുന്ന ഒരു ലഹരി കേസ് 3 കേസുകളാക്കുകയായിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, ഇത് നേരത്തെ മലപ്പുറത്ത് ഈ പറയുന്ന സ്വർണ്ണ കേസിൽ സംഭവിക്കുന്നു PV അൻവർ പറഞ്ഞ ഫോർമാറ്റിലുള്ള ഒരു സംഭവമാണ്. എന്താണ് ഉണ്ടായത്? ഇത് എന്തുകൊണ്ടാണ് ഇയാൾ 3 പേരുടെ കേസ് 3 കേസായി രജിസ്റ്റർ ചെയ്തത്? സൂരജ്. ഹാഷ്മി, ലഹരി സംഘങ്ങളുടെ വിളയാട്ടം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഈ കർശന നടപടി വേണമെന്ന് സർക്കാർ തന്നെ നിർദ്ദേശിച്ചതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓരോ സ്റ്റേഷനുകളിലും എത്രത്തോളം ലഹരി കേസുകൾ പിടികൂടുന്നുണ്ട് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ പരിശോധനയും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം സർക്കാർ നൽകിയതിന് പിന്നാലെയാണ് ഈ ഒരു ലഹരി കേസ് ആളൂർ സ്റ്റേഷൻ പരിധിയിൽ പിടിക്കുന്നത്. അതിൽ 3 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 കേസുകൾ 3 FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ SHOക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന നടപടി. ഇതേ തുടർന്ന് ഒരു ഇന്റേണൽ എൻക്വയറി ആഭ്യന്തര അന്വേഷണം പോലീസിനുള്ളിൽ നടത്തുകയും ചെയ്തു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഇപ്രകാരമാണ്. അതായത് ഈ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ ലഹരി കേസ് ദുർബലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം 3 പ്രതികളെ ഒന്നിച്ചു ചേർക്കേണ്ടിയിരുന്ന കേസാണ്. ഈ കേസ് ദുർബലപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ SIയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഗുരുതരമായ വീഴ്ചയാണ് SHOയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത്. കാശ്മീർ. ഓക്കെ, സൂരജ് സജിയാണ്. അപ്പോൾ ഈ ലഹരിയുടെ പിടുത്തം വ്യാപകമാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഗതികൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്ന രീതിയിലുണ്ട്. കേസുകൾ പെരുപ്പിച്ച് കാണിച്ച ഒരാൾക്കെതിരാണ്. നല്ല പ്രവണതയല്ല എന്നതിനുള്ള സന്ദേശം തന്നെയാണല്ലോ KM ബിനീഷിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം.